ഫാസിസ്റ്റ് രൂപമുള്ള ഭരണകൂടത്തോട് ഏറ്റവും തീവ്രമായ ഭാഷയിൽ സംസാരിക്കേണ്ടതുണ്ട്. അതിനകത്ത് വേറെ വർത്താനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമൂസയുടെ വിലയല്ല കാര്യം. നോട്ടിൽ ഹിന്ദു ദൈവങ്ങളുടെ പടം അച്ചടിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കില്ല. അതിനപ്പുറം ഫാസിസത്തെ, ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഷാർപ്പായ ഭാഷയിലാണെന്ന് ആ പാർട്ടിക്ക് തോന്നുന്നു. ആ ഷാർപ്പായ ഭാഷ ഞങ്ങളുടെ MP-ക്ക് ഇല്ല എന്ന് ആ പാർട്ടിക്ക് മനസ്സിലാവുന്നു. പാർട്ടിയുടെ അധ്യക്ഷൻ ജയിലിൽ കിടക്കുമ്പോൾ അതൊരു കള്ളക്കേസാണെന്ന് ബാക്കി എല്ലാവരും പറയുമ്പോൾ ഇദ്ദേഹം മാത്രം നിശബ്ദത അവലംബിക്കുന്നു. നരേന്ദ്രമോദിയോട് അദ്ദേഹം നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പണ്ട് ഈ മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായ സമയത്ത് മോദി അഡ്മിനിസ്ട്രേഷനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ഒരു ഘട്ടത്തിൽ സ്റ്റോപ്പായി പോവാണ്. അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ അദ്ദേഹം അങ്ങനെ ഷാർപ്പായി സംസാരിക്കാനൊന്നും മടിയുള്ള ആളാണ്. നമ്മൾ AK ആൻ്റണിയെ കണ്ടില്ലേ, അദ്ദേഹം വളരെ പതുങ്ങിയ ഭാഷയിലാണ് സംസാരിക്കുക. അദ്ദേഹം അങ്ങനെ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരു നേതാവല്ലല്ലോ. ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ ഷാർപ്പായി വർത്തമാനം പറയുകയും ഭയങ്കര ആവേശോജ്വലമായ പ്രകടനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലൈനൊന്ന് മാറ്റുന്നു. ഈ തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം സബ്ജക്റ്റുകൾ മാത്രം സംസാരിക്കുകയും മറ്റത് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നതിലേക്ക് അദ്ദേഹം ചുരുങ്ങുകയാണ്. അത്തരം നേതാക്കളുടെ ഉദാഹരണം നമുക്ക് പിന്നെയും കണ്ടെടുക്കാൻ പറ്റും മറ്റ് പല പാർട്ടികളിലും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരെ ബുദ്ധിമുട്ടിക്കുന്നു? ആം ആദ്മി പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് രാഘവ് ചദ്ദ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ, അദ്ദേഹം വൈറലാവുമ്പോൾ, അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് വ്യൂ കിട്ടുമ്പോൾ അതിൽ അസൂയ പൂണ്ട ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹം നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ സംഗതി അതല്ല. ആം ആദ്മി പാർട്ടിക്ക് ഈ മൊമെൻറ്റിൽ ആവശ്യമുള്ള അവരുടെ രാഷ്ട്രീയ തീഷ്ണത അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ക്യാരി ചെയ്യുന്നില്ല. അത് സ്വാഭാവികമായ നടപടിയാണ്. നാളെ രാഘവ് ചദ്ദ ഇനിയിപ്പോൾ BJP-യുടെ കൊടി പിടിച്ചാൽ പോലും വലിയ അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ കൃത്യതയുടെ പ്രശ്നമുണ്ട്. ഈ കാലത്തെ ഒരു BJP-കാരന് വേണ്ട രാഷ്ട്രീയ കൃത്യത രാഘവ് ചദ്ദയ്ക്കില്ല. അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറയുകയും വേറെ ചില സംഗതികളിൽ അഭിരമിക്കുകയും ചെയ്യുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തെ വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിന് നമ്മൾ കുറ്റം പറയാനും പാടില്ല. അവരിനി പകരം കൂടുതൽ ഷാർപ്പായിട്ട് ഹിന്ദുത്വ, ഫാസിസ്റ്റ് വിരുദ്ധ സംസാരിക്കുന്ന ആൾക്കാരെ നിയോഗിക്കട്ടെ. രാഘവ് ചദ്ദ അദ്ദേഹത്തിന് പറ്റിയ പ്ലാറ്റ്ഫോം തരട്ടെ തന്നെ ഞാൻ പറയും.